സൂസന്നയ്ക്ക് വിശേഷമുണ്ടോന്നേ എല്ലാവർക്കും ചോദിക്കാനുള്ളൂ. സൂസന്നയ്ക്ക് എങ്ങനെ വിശേഷം ഉണ്ടാവാനാ? എന്റെ ചോദ്യം ഇപ്പൊ അതല്ല, ഇതിനു മുമ്പ് വിശേഷങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ്. ഡൽഹി, ആദംപൂർ, അംബാല, ബാംഗ്ലൂർ എന്ന് വേണ്ട ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട ബാരക്കുകളൊക്കെ ചുറ്റിയടിച്ചിങ്ങോട്ട് കെട്ടിയെടുത്തല്ലേ. ദ ഗ്രേറ്റ് ട്രക്ക് ഡ്രൈവർ ഫെർണാണ്ടസിന്റെ മകൾ സൂസന്ന എന്ന സുന്ദരിയായ നഴ്സ് ഇപ്പൊ അവളുടെ പഴയ കാമുകന്മാരും അന്വേഷിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. പട്ടാളക്കാരൻ എന്തും പിടിച്ചടക്കുന്നത് വരെ ഒരു ത്രില്ലാണ്. പിടിച്ചടക്കിയതിനു ശേഷം മഹത്വമില്ലെന്ന് മനസ്സിലായാൽ പിന്നെ എല്ലാം തരിശ് ഭൂമി പോലെ തോന്നും. അപ്പോഴും തോൽവി ഭൂമിക്ക്. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ യുദ്ധക്കളത്തിൽ നിന്ന് ദാഹജലം കണ്ട് ഓടിയെത്തുമ്പോ അത് വെറും മരീചികയായാൽ ആ ഭൂമിയെ ഏത് പട്ടാളക്കാരന് ശപിച്ചു പോവും. ഈ ശാപം പേടിച്ചു തന്നെയാ ഞാൻ ആദ്യമേ എല്ലാം തുറന്നു പറഞ്ഞതും എതിർത്തതും. പക്ഷെ ധൈര്യം കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വലിയ വിശാല ഹൃദയനായിരിക്കുമെന്ന്. ഇപ്പം മനസ്സിലായി. രാജേട്ടാ, എനിക്കൊന്നേ പറയാനുള്ളൂ. സൂസന്ന ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ മോശമായിരിക്കാം, ബട്ട് ഷീ ഈസ് എ പെർഫെക്റ്റ് വുമൺ, എ റെസ്പെക്ടബിൾ വുമൺ. ഈ പെൺവർഗത്തിന്റെ മഹത്വം നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ കണ്ടിട്ടുള്ളതിന്റെ 100 അംശം പോലും നീ കണ്ടിട്ടില്ലല്ലോ. അവിടെയാണ് അതിന്റെ കുഴപ്പം. രാജേട്ടന്റെ അബദ്ധ സഞ്ചാരത്തിന്റെ പാസ്റ്റ് ഇപ്പോഴും രാജേട്ടനെ വേട്ടയാടുകയാണ്. വിശുദ്ധിയുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഈ ലോകത്തുണ്ട് രാജേട്ട. സോറി, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഏതായാലും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഒരു കണക്കിന് ആലോചിച്ച അവിടെ മാലാഖ കളിച്ചെന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. ഇനി ഇവിടെ നിന്നാൽ ഞാൻ രാജേട്ടനേക്കാൾ ബോർണാകും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നേഴ്സിനെ പറ്റി പറഞ്ഞപ്പോ ഡോക്ടറോട്ട് നോന്നു. വർഗസ്നേഹം. പൗലോസേ, നീ പോയിക്കോ, ഞാൻ ഇനിയും ലേറ്റ് ആവും. ആ പാവം പെൺകൊച്ചിന്റെ ജീവിതം കൂടി ഇയാളെ നശിപ്പിക്കും. എന്തിനാണ് മൂന്നേ? എന്റെ മുമ്പിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ കളിക്കല്ലേ. ഇനി നാടകമൊന്നും വേണ്ട. സത്യം പറഞ്ഞു, നീ എത്ര പ്രാവശ്യം അബോഷം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ നീ ഗർഭിണിയാകാത്തത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തെങ്കിലും ക്ഷമിക്കാമായിരുന്നു. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിവില്ലാത്ത നിന്നെ ഭാര്യയായിട്ട് എനിക്ക് വേണ്ട. എനിക്കെല്ലാം തെറ്റായി പോയെന്ന് ബോധ്യമായി. ഒരിക്കലും ചേരാത്ത ബന്ധമായിരുന്നു ഇത്. തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. ഒരു മധ്യവയസ്കന്റെ ഇൻഫാക്ച്വേഷൻ. ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഞാൻ എന്നോടും സൂസന്നയോടും കാണിക്കുന്നത് വഞ്ചനയായിരിക്കും. തുറന്നു പറയാം, എനിക്കിനി സൂസനെ സ്നേഹിക്കാൻ കഴിയില്ല. നിന്നെ സ്വന്തമാക്കാൻ എനിക്കൊരു വലിയ തുക കൊടുക്കേണ്ടി വന്നു. പലതും സഹിക്കേണ്ടിയും വന്നു. സാരമില്ല. ഇനി നിന്നെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ ഞാൻ എന്ത് നഷ്ടപരിഹാരമാ തരേണ്ടത്? മാസം തോറും നിന്റെ അപ്പന് ഞാൻ കൊടുക്കാറുള്ള ഒരു പിഴയുണ്ടല്ലോ, അതുൾപ്പെടെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. രാജേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ച അന്നു മുതൽ രാജേട്ടൻ എനിക്ക് കാണപ്പെട്ട ദൈവമായിരുന്നു. അതിൽ കൂടുതൽ എങ്ങനെയാ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല.
എന്റെ അപ്പനും സഹോദരങ്ങൾക്കും ചെയ്യാവുന്നതെല്ലാം രാജേട്ടൻ ചെയ്തു കഴിഞ്ഞു. തിരിച്ചു തരാൻ നന്ദി മാത്രമേ എന്റെ കയ്യിലുള്ളൂ. നഷ്ടപരിഹാരം തന്ന് ഒഴിവാക്കാവുന്ന ഒരു ബന്ധമല്ല ഭാര്യ ഭർത്തൃബന്ധം. എനിക്കിനി രാജേട്ടന്റെ ഒരു ചില്ലി കാശ് പോലും വേണ്ട. ഒരിക്കലും രാജേട്ടന് ഞാനൊരു ഭാരമാവില്ല. സാബ്, നാട്ടിലെ ചിറ്റപ്പന്റെ ഫോൺ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വളരെ സീരിയസ് ആണെന്ന് അറിയിച്ചു. രണ്ടുപേരോടും കൂടി ഉടനെ പുറപ്പെടാനും പറഞ്ഞു. കമാൻഡിംഗ് ഓഫീസറോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ലീവ് ആപ്ലിക്കേഷൻ സണ്ണി ഏൽപ്പിക്കണം. ജി സാർ. നീ സൂസനെയും കൊണ്ടുവരേണ്ടതായിരുന്നു. ബോധം വരുമ്പോഴൊക്കെ രാജൻ വന്നില്ലേ, ആ കുട്ടി വന്നില്ലേ, ഇതാ ചോദ്യം. ആ, കൊണ്ടുവരാം. രാജ, അമ്മ വിളിക്കുന്നു. സൂസനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഇനി പറ്റുമോന്ന് തോന്നണില്ല. അളമാരുടെ താക്കോല എന്റെ മുത്തശ്ശിയുടെ കാലം തൊട്ടുള്ള ആഭരണങ്ങളുണ്ട് അതില്. ഇനി അവളാ അതിന്റെ അവകാശി. ആദ്യമൊക്കെ എനിക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ മനസ്സിൽ മുഴുവനും അവളാ. നിനക്കറിയാമോ, എല്ലാ മാസവും ഒരു കത്തെങ്കിലും അവളെ എനിക്ക് എഴുതുമായിരുന്നു. നീ ഒരിക്കലും ആ കുട്ടിയെ വേദനിപ്പിക്കരുത്. ഐശ്വര്യമുള്ളവളാ. അവൾക്ക് നല്ലതേ വീഴൂ. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൾക്കുണ്ട്. ഹലോ, എന്താ സണ്ണി? ആ, വിളിക്കാം. കൂനൂരിന്ന് ഫോൺ. സണ്ണിയാ? ഹലോ, ഞാൻ സണ്ണിയാ. ഒരു കാര്യം അറിയിക്കാൻ വിളിച്ചതാ. പേടിക്കാനൊന്നുമില്ല. എന്താ കാര്യം? പറയൂ. ഇന്നലെ രാത്രി രാജേട്ടൻ പൊയ്ക്കഴിഞ്ഞ് സൂസന് കുറെ സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റമക്ക് വാഷ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ ഉടനെ തിരിക്കണോ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് വളരെ കൂടുതലാ. എന്നാ പിന്നെ ഉടനെ ഇങ്ങോട്ട് വരണ്ട. ഐ ടേക്ക് കെയർ ഓഫ് ഹർ. ഓക്കേ? താങ്ക് യു വെരി മച്ച് സണ്ണി. നീ അവിടെ ഉണ്ടെന്നുള്ളത് അവരുടെ ആശ്വാസം. ഓക്കെ. സണ്ണിയെ വിളിച്ചു പറയണം. ശവദാഹം രാത്രി തന്നെ നടത്താം. സൂസന് വരാതെ? സൂസന്നിക്ക് വരാൻ പറ്റില്ല. സുഖമില്ലാതെ കിടപ്പില്ല. നാളെ തന്നെ സൂസന്നെയും കൂട്ടി ഞാൻ തിരിച്ചു വരാം. ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. സൂസൻ എവിടെ? മേംസ ബെഡ്റൂമിലുണ്ട്. സാബന്ന് പോയതും ബെഡ്റൂമിൽ കയറി വാളടിച്ചു. ഡിന്നർ തയ്യാറാക്കി ഞാൻ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. അപ്പോഴേക്കും ഭാഗ്യത്തിന് സണ്ണി സാബ് വന്നു. പലതവണ മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതായപ്പോ സംശയം തോന്നി വാതിൽ ചവിട്ടി തുറന്നു. അപ്പോഴേക്കും അബോധാവസ്ഥയിലായിരുന്നു.
ഉടൻ തന്നെ സണ്ണി സാബ് ആശുപത്രി കൊണ്ടുപോകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. താൻ്റെ സോഡ ആ ഗ്ലാസ് ഇങ്ങെടുക്ക. ജി സാബ്. സാബ് എന്നോട് ദേഷ്യപ്പെടരുത്. ഇനിയെങ്കിലും മേം സാബിനെ വേദനിപ്പിക്കരുത്. അത്രയ്ക്കും പാവമാണ് സാർ. പൗലോസ് പൊയ്ക്കോളൂ, രാവിലെ വന്നാൽ മതി. പൊയ്ക്കോളൂ. ജി സാബ്. ഞാൻ ഒന്നും പറയണ്ട, എല്ലാ തെറ്റും എന്റേതാ. അമ്മ പോയി. അമ്മയുടെ അവസാനത്തെ ആഗ്രഹം സൂസനെ കാണണമെന്നുള്ളതായിരുന്നു. ആ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരാഗ്രഹമെങ്കിലും എനിക്ക് പാലിക്കണം. സൂസനെ വേദനിപ്പിക്കാതെയുള്ള ഒരു ജീവിതം. സൂസനെ ഗർഭിണിയാവില്ല എന്നറിഞ്ഞപ്പോ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ ഞാൻ വീണുപോയി. കുട്ടികളുണ്ടാവില്ലേ? വേണ്ട, വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം, അത്രയല്ലേ ഉള്ളൂ. അമ്മയുടെ അനുഗ്രഹം മുഴുവനും ഉണ്ട് നിനക്ക്. നമുക്കത് മാത്രം മതി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എല്ലാം മറക്കണം. എല്ലാറ്റിനും എന്നോട് പൊറുക്കണം. സൂസനെ ഇല്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല. സൂസന, കണ്ണുടക്കേ. സണ്ണി വന്നു. വാ വാ വാ, കമാൺ. രാജേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. രാജേട്ടാ, അത് ഒന്നും പറയണ്ട. എന്റെ എല്ലാ തെറ്റുകളും സൂസനെ ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പോവുക. അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് അമ്മ തന്നെ എന്റെ കണ്ണ് തുറപ്പിച്ചു. അവസാനത്തെ ആഗ്രഹം സൂസനെ ഒന്ന് കാണണമെന്നുള്ളതായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. സൂസനെ എനിക്ക് തിരിച്ചു തന്നതിന് ദൈവത്തോടും നിന്നോടും എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്. കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് വിട്ടു നിൽക്കുക. ഏതായാലും അമ്മയുടെ ചടങ്ങ് കഴിയുന്നവർ എനിക്ക് ഇവിടെ നിന്നേ നോക്കൂ. നാളെ തന്നെ ഞങ്ങൾ പോകും. Come on, you will have a drink. No, thank you. You carry on. I'll see you tomorrow. ആ മൂലയ്ക്ക് എവിടെയെങ്കിലും കിടപ്പുണ്ടോ നോക്കണേ. ഓലയൊക്കെ സൂക്ഷിക്കണേ കേട്ടോ. ആ ഭാഗത്തേക്ക് മാറ്റി വെച്ചത്. ചിറ്റപ്പൻ ഇനി ഊരുചുറ്റിലൊക്കെ ഒന്ന് നിർത്തണം. നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ നിൽക്കുക. ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ഈ കുറ്റിയിൽ കെട്ടിട്ട് മാതിരി നിൽക്കാൻ ചിറ്റപ്പന് പറ്റില്ല എന്ന് നിനക്കറിയാലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? മനസ്സൊന്ന് സ്വസ്ഥമായതിനു ശേഷമേ ഞങ്ങൾ കൂനൂരെത്തൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ധൈര്യമായിട്ട് പോയിക്കോ. കേറൂ.
ഹലോ ഡോക്ടർ സാബ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാജേട്ടനപ്പോ വന്നു? ഇന്നലെ വൈകിട്ടെത്തി. വന്ന പാടെ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഹോപ്പ് എവറിത്തിങ് ഇസ് ഫൈൻ. യെസ്, എവറിത്തിങ് ഇസ് ഫൈൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ അത്? എനിക്കൊരു പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ഹൈദരാബാദിലേക്ക്. ഈ വരുന്ന മൺഡേ അവിടെ റിപ്പോർട്ട് ചെയ്യണം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് അറിഞ്ഞത് ഗുഡ് ന്യൂസ് ആണെങ്കിലും നീ ഇവിടം വിട്ടുപോകുന്നു എന്നറിയുന്നത് ബാഡ് ന്യൂസാ. ഇന്ന് തേഴ്സ്ഡേ, നിന്റെ സെന്റ് ഓഫ് പാർട്ടി സാറ്റർഡേ. എന്റെ വക ഓഫീസേഴ്സ് മെസ്സിൽ. ഓക്കെ? ഓക്കെ സർ, താങ്ക് യു. ഹലോ. Dear friends, I take this opportunity to break one more good news to you. My wife is pregnant. Give her a big clap. എന്നാ പിരിയാം. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ പോവാൻ. ഓക്കെ, പിരിയാൻ. രാജേട്ടാ, ഞാൻ നാളെ വെളുപ്പിനുള്ള ട്രെയിനിന് പോവും. ഹൈദരാബാദിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം വീട് വരെ ഒന്ന് പോവാൻ. നീ എന്നെ വിട്ട് പോവാ അല്ലടാ? സാരമില്ല. നീ ഓരോ പടിയും ചവിട്ടിക്കയറുന്നത് കാണുന്നതിൽ ഈ ചേട്ടന് സന്തോഷമേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.